നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാംസ് മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ തണ്ടൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ പുറത്തെ സ്കിന്ന് ഇതേപോലെ ചെറുതായിട്ട് ഉരിച്ചിങ്ങെടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഓരോന്നും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കൈവെള്ളയിലൊന്ന് ഉരസി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്കിൻ അങ്ങ് പോയിട്ട് നല്ല വൈറ്റ് കളറും കിട്ടും. ഈ മെത്തേഡാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. ഇത് ഞാൻ ഈയിടെ യൂട്യൂബിൽ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ മഷ്റൂം എല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്, കാരണം മഷ്റൂം വേകുമ്പോൾ നന്നായിട്ട് ചുരുങ്ങിപ്പോവും. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, ഒരു ചെറിയ ബേ ലീഫ് ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടൊമാറ്റോയും സവാളയൊക്കെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ വഴറ്റിയെടുക്കണേ. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ആ മസാലയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ മസാല നല്ല ഒരു പാകത്തിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ മഷ്റൂം വെന്ത് മസാലയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അവസാനമായിട്ട് 1 പിഞ്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്.